പയ്യോളിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. പയ്യോളി കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥി നൽകാത്തതിൽ പ്രകോപിതരായാണ് മർദ്ദനം. പയ്യോളി പോലീസിൽ രക്ഷിതാവ് പരാതി നൽകിയെങ്കിലും നടപടികൾ വൈകിപ്പിക്കുന്നുവെന്ന് പിതാവ്. ഇന്നലെ ഉച്ചയ്ക്കാണ് അനിയക്കാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 8ാം ക്ലാസ് മുതലേ സീനിയർ വിദ്യാർത്ഥികൾ കുട്ടിയിൽ നിന്ന് പണം വാങ്ങിക്കാറുണ്ട്. എന്നാൽ ഈ വിവരം കുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയോ അധ്യാപകരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇന്നലെ സീനിയർ വിദ്യാർത്ഥികൾ കുട്ടിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടപ്പോൾ കുട്ടി നൽകാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ കുട്ടിയെ തള്ളിയിട്ട് മർദ്ദിച്ചത്. 8ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ ഇവന്റെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ പൈസ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി. ഇവനെ കുറച്ച് സൈലന്റാ ആള്. അപ്പൊ ഇന്നലെ ഇവന്റെ കയ്യിലുള്ള പൈസ ഇവനെന്തോ ആവശ്യത്തിന് വേണ്ടി വെച്ചേന്. അപ്പൊ ആ പൈസ ഇവര് തട്ടിപ്പറിച്ച് വാങ്ങി. അങ്ങനെ അവര് എന്ത് ചെയ്തു, 3-4 ആൾക്കാർ കൂടി ഇവനെ ഉച്ചയ്ക്ക് 1:30-ക്ക് അടിച്ചു. 10ാം ക്ലാസ്സുകാരായ 5 പേരടങ്ങുന്ന സംഘമാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നത് കണ്ട സ്കൂളിലെ വിദ്യാർത്ഥിനി അധ്യാപകരെ അറിയിച്ചെങ്കിലും സ്കൂൾ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. സ്കൂൾ അധികൃതർ മർദ്ദന വിവരം രക്ഷിതാവിനെ അറിയിച്ചില്ലെന്നും പരാതി ഒതുക്കാൻ ശ്രമിച്ചുവെന്നും രക്ഷിതാവ് ആരോപിക്കുന്നു. നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം, ബ്ലഡ് കോട്ടിങ് വന്നു തലയ്ക്ക്. ബോഡി വീക്കായി, ഇതിനൊക്കെ തലയിലൊക്കെ മുഴകളൊക്കെ വന്ന കുട്ടീനെ പരാതി അതൊന്നും അന്വേഷിക്കാണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാണ്ട് കുട്ടീനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മർദ്ദനത്തിന് ശേഷം വീട്ടിലെത്തിയ വിദ്യാർത്ഥി ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ വടകര സഹകരണ ആശുപത്രിയിലും അവിടെ നിന്ന് രാത്രിയോടെ മലബാർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. പിന്നാലെ കുടുംബം പയ്യോളി പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി വൈകിപ്പിക്കുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. താമരശ്ശേരി ഷഹബാസ് കേസ് ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു റാഗിംഗ് കൂടെ നടന്നിരിക്കുന്നുവെന്നത് രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ടാക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.